നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS ഒരു ഹൈ പ്രൊഫൈൽ പ്ലെയർ മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ താരങ്ങൾക്ക് വേണ്ടി MLS ക്ലബ്ബുകൾ ശ്രമം നടത്തും. വേൾഡ് കപ്പിന് ശേഷം വലിയ രൂപത്തിലുള്ള സ്പെൻഡിങ് നടക്കും എന്ന് വിലയിരുത്തുന്നു ദി അത്ലറ്റിക്. ന്യൂയോർക്ക് ടൈംസിൻ്റെ സ്പോർട്സ് വിഭാഗമാണല്ലോ ദി അത്ലറ്റിക്. അവർ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണിത്. അവരുടെ ജേർണലിസ്റ്റ് ടോം ബോഗർട്ടും അതുപോലെ തന്നെ പോൾ ടെനോറിയോയുമാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത്. പ്രധാനമായിട്ടും MLS ക്ലബ്ബുകൾ ശ്രമിക്കാൻ പോകുന്ന ബിഗ് നെയിംസ്, ഒന്ന് മുഹമ്മദ് സല, മറ്റൊരാൾ നെയ്മർ ജൂനിയർ, പിന്നെ റോബർട്ട് ലെവൻഡോസ്കി, ഇങ്ങനെയുള്ള താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഓരോരുത്തരായിട്ട്. ആദ്യം നെയ്മർ ജൂനിയറുടെ കാര്യം. നെയ്മർ ജൂനിയർക്ക് വേണ്ടി മയാമി രംഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. പ്രൈമറി റൂമർ അതായിരുന്നു, മയാമിയിലേക്ക് പോകും എന്ന തരത്തിൽ. അതേസമയം വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് എന്ത് നീക്കത്തിലേക്ക് പോകും എന്നുള്ളത് കണ്ടറിയണം. മറ്റ് ക്ലബ്ബുകൾ നെയ്മർ ജൂനിയറെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേട്ടിട്ടുള്ളതാണ്. സോ പോസ്റ്റ് വേൾഡ് കപ്പ് പ്ലാൻസ്, MLS എക്സിക്യൂട്ടീവ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 2026 വേൾഡ് കപ്പ് അവർ വമ്പൻ കോൺട്രാക്റ്റുകളിലേക്ക് പോയേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. നെയ്മർ ജൂനിയർ ഇപ്പോൾ ഒരു ക്ലബ്ബുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തെന്നല്ല, പ്രീ സൈനിങ് കോൺട്രാക്ട്സ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി ദി അത്ലറ്റിക് സൂചിപ്പിക്കുന്നു. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പേര് മുഹമ്മദ് സലായുടേതാണ്. സല ലിവർപൂൾ വിടുകയാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോട് കൂടി എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. സോ അദ്ദേഹത്തിനായിട്ട് സാൻ ഡിയാഗോ FC, MLS പുതുതായിട്ട് വന്നിട്ടുള്ള ന്യൂ എക്സ്പാൻഷൻ സൈഡ് സാൻ ഡിയാഗോ FC അദ്ദേഹത്തിനായിട്ട് നീക്കങ്ങൾ നടത്തും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ദെൻ റോബർട്ട് ലെവൻഡോസ്കിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പോളിഷ് സൂപ്പർ താരം FC ബാഴ്സലോണയിൽ തുടരാനുള്ള സാധ്യത കുറവാണ്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ചൊരു മറ്റ് സ്ട്രൈക്കറെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് ബാഴ്സലോണയുള്ളത്. അങ്ങനെയെങ്കിൽ ലെവൻഡോസ്കി പുറത്തേക്ക് പോകും. ചിക്കാഗോ ഫയർ താരത്തിനായിട്ട് ഫ്രണ്ട് റണ്ണേഴ്സായിട്ടുണ്ട് എന്ന് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സാധ്യതയുള്ള 2 താരങ്ങൾ ബെർണാഡോ സിൽവ ആൻഡ് കാസെമിറോ. ബെർണാഡോ സിൽവ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണെന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞതാണ്. അദ്ദേഹം എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് അദ്ദേഹത്തെ റയൽ മാഡ്രിഡിലേക്ക് ഓഫർ ചെയ്തു എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ യൂറോപ്പിൽ അദ്ദേഹത്തിന് മികച്ചൊരു സ്യൂട്ടറെ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം MLS ചേക്കേറിയേക്കും. പിന്നെ കാസെമിറോ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ്. നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇന്റർ മയാമിയിലേക്ക് കാസെമിറോ എത്തുമോ എന്നുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ LA ഗാലക്സിക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. സോ ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വമ്പൻ താരങ്ങൾ MLS എത്താൻ സാധ്യത. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.